ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ കേക്ക് ആണ് കേട്ടോ. നല്ല ഫ്രഷ് മാങ്ങ കൊണ്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ, ധാരാളമായിട്ട് മാങ്ങ കിട്ടാനും ഉണ്ട്. ഒരു 2-3 മാങ്ങ മതി നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ കണ്ടോ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി കേക്കാട്ടോ. കേക്ക് ഇതപ്പോൾ വായിലിടുമ്പോഴത്തേക്ക് തന്നെ ജ്യൂസ് ഇങ്ങനെ വായിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്ന ഒരു കേക്കാണിത്. അധികം ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും. അപ്പൊ നമുക്ക് റെസിപ്പി കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോഴും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ചാനൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തവർ ഇടയ്ക്കൊന്ന് യൂട്യൂബിൽ ചിക്കൂസ് ടൈൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചാനൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറാൻ സാധിക്കും. അവിടെ വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ടിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. ഒന്നും മിസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. മാംഗോ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു മാങ്ങ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത, അധികം നാരില്ലാത്ത, നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ നല്ലത്. ഇതിപ്പോ ഒരു 3/4 കപ്പൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ചൂടാക്കി ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇത് കത്തിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ ഒന്ന് കുറുക്കി ചൂടാക്കി എടുത്തിട്ടുള്ള മാങ്ങ ഇടുമ്പോഴത്തേക്കും കേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റും ആവും. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വെക്കണ്ട. അതിപ്പോൾ നന്നായിട്ട് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം. ഒരു നുള്ള് ഉപ്പ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഒരു 3/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്കിന്റെ ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഈ അലൂമിനിയത്തിന്റെ ഈ ടിന്നില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്? സാധാരണ നമ്മുടെ ചുറ്റുപാത്രം ഉണ്ടെങ്കിൽ ചുറ്റുപാത്രം എടുത്താൽ മതി. ഏത് പാത്രം ആയാലും കുഴപ്പമില്ല, സ്റ്റീലിന്റെ ആയാലും കുഴപ്പമില്ല, ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. ചിലർക്ക് മുട്ടയുടെ സ്മെല്ല് കേക്കിൽ വരുന്നുണ്ടെന്ന് പറയും. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുട്ടയുടെ സ്മെല്ല് കേക്കിൽ വരും. വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ സ്മെല്ല് ഒട്ടും വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കണ്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ പതഞ്ഞ് വരണം. പതഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. മാംഗോ പ്യൂരി ചൂടാക്കി വെച്ചതില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ കേട്ടോ. നമ്മൾ അതുകൊണ്ടാണ് ആദ്യം അത് ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യേണ്ട. അപ്പോഴത്തേക്കൊരു അതിൻ്റെ ഒരു ടെക്സ്ചർ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. അപ്പം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് മൈദ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട. നമുക്കൊരു സ്പാച്ചുല കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടും ഓവർ മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. വിനീഗർ ഒഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആട്ടോ. പലരും ചോദിക്കുന്നുണ്ട് എന്തിനാ വിനീഗർ ഒഴിക്കുന്നതെന്ന്. കേക്ക് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ ചിലർക്ക് മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ ആ ഒരു ഇതും ഉണ്ടാവില്ല. പിന്നെ ഒഴിക്കാൻ മടിക്കണ്ട കേട്ടോ. നമ്മൾ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കേക്കിന് ആ ഒരു പുളിപ്പോ ഒന്നും വരില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പ്രീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓവൻ സെറ്റപ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഈ ഒരു കടായിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും ബേക്ക് ചെയ്യാറ്. ഇതിപ്പം ഒന്നും ആയിട്ടില്ല, കണ്ടില്ല, എത്രയോ കാലമായി ഞാൻ ഈ പാത്രം ഉപയോഗിക്കുന്നത്. പലർക്കും സംശയമാണ് ഈ ഒരു പാത്രം ചീത്തയായി പോവില്ലേ, പുക വരില്ലേ എന്നൊക്കെ. പുക വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ആ പാത്രത്തിൽ ക്ലീൻ അല്ലെങ്കിൽ അതിൽ എണ്ണമയം ഉണ്ടെങ്കിലൊക്കെ ആ ഒരു പുക വരും. അപ്പോൾ ആദ്യം വെച്ചൊന്ന് നോക്കുക പുക വരുന്നുണ്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ വെക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റും ഒക്കെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഇതിപ്പം കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നടുഭാഗം കുഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ലെവലിൽ തന്നെയാണ് കേട്ടോ പൊങ്ങി വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുകയാണ്. ഒന്നും തട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കറക്റ്റാണ്.
നമുക്കിത് എടുത്ത് മാറ്റാം. കേക്ക് ബേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നടുഭാഗം അങ്ങ് കുഴിഞ്ഞു പോകും. കേക്ക് ട്രേ ഉണ്ടല്ലോ, അത് ചെറുതാണെന്നുണ്ടെങ്കിൽ നടുഭാഗം അങ്ങ് ഉയർന്നു പോകും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നടുഭാഗം ഇങ്ങനെ ഒരുപാട് പൊങ്ങി പോകുന്നതെന്നൊക്കെ. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയുടെ ഒക്കെ അളവ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ ചിലർക്ക് ബേക്കിംഗ് സോഡയുടെ സ്മെല്ല് കേക്കിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ആ ബേക്കിംഗ് സോഡ നല്ലതല്ലായിരിക്കും, അതുകൊണ്ട് മാത്രം വരുന്നതല്ല. അല്ലാതെ ബേക്കിംഗ് സോഡയുടെ ടേസ്റ്റ് ഒന്നും ഒരിക്കലും കേക്കിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ അത് ബേക്കിംഗ് സോഡ നല്ലതാണോ നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒന്ന് മാറ്റി വാങ്ങിച്ചാൽ മതി. അതിന് അത്രയല്ലേ വിലയുള്ളൂ. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം. തിളയ്ക്കുന്നുണ്ട്, അത് നന്നായിട്ടൊന്ന് തിളച്ച് പഞ്ചസാര ഒന്ന് മെൽറ്റാവട്ടെ. ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, നമുക്കൊന്ന് ഓഫാക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് കേക്കിന്റെ മുകളിൽ ഒഴിക്കാനുള്ള മാങ്ങയുടെ പ്യൂരിയാണ് റെഡിയാക്കുന്നത്. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് ഒന്നുമല്ല ഒഴിക്കുന്നത്, മാങ്ങയുടെ പ്യൂരി തന്നെയാണ് ഒഴിക്കുന്നത്, ഫ്രഷ് മാംഗോയുടെ. അപ്പോൾ 1 കപ്പോളം ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിത് മിക്സിയുടെ ജാലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര മധുരം നോക്കിയിട്ട് വേണം ഇടാൻ കേട്ടോ. മധുരം അധികം ഇല്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് വീഡിയോയിൽ കിട്ടിയില്ല. നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മധുരം ഒന്ന് നോക്കുക. മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കറക്റ്റ് മധുരം പറയാൻ പറ്റില്ല. മാങ്ങയ്ക്ക് മധുരം തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിന് കുറച്ച് നല്ലൊരു മധുരം വേണം, എങ്കിലേ നമുക്ക് ആ ഒരു പ്യൂരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കാവണ്ട, തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കാവും. ഇത് നമുക്ക് ഒരു സ്ട്രെയിനറിൽ കൂടെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കാം. അതിൽ ചെറിയ നാരില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊരു നാരും ചെറിയ കട്ടകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടി. ഇപ്പം വലിയ അരിപ്പയില്ലാന്നുണ്ടെങ്കിൽ ചായയുടെ അരിപ്പയില്ല, അതുകൊണ്ട് ഒഴിച്ചാലും മതി, അതിൽ കൂടെയും വരും. ഞാനിപ്പം ഈ ഒരു മാങ്ങയുടെ പ്യൂരിക്കകത്ത് ജലാറ്റിനും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഗ്ലേസിങ് കിട്ടും. ഇനി ജലാറ്റിൻ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. ഞാനിത് ഈ ഒരു പരുവത്തിന് എടുക്കുന്നത് ജലാറ്റിനും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണെങ്കിലാണ് കുറച്ചും കൂടെ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ജലാറ്റിൻ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അതൊരു ചുറ്റും പാത്രത്തിൻ്റെ അടപ്പാണ്. ഇനി അതിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ വെള്ളത്തിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ജലാറ്റിനങ്ങ് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ സാധാരണ നമ്മൾ ഇവിടെ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ജലാറ്റിനാണ്, കുറച്ച് വലിയ തരിയായിട്ടുള്ളതാണ്. നല്ല പൊടിയായിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ആ കുറഞ്ഞ തീയിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് മെൽറ്റായി വന്നു. ഇപ്പം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്, നമുക്കിത് ഓഫാക്കി കൊടുക്കാം. ഈ ഒരു ജലാറ്റിന് ചെറിയൊരു സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വാനില എസൻസ് കൂടെ ഒഴിക്കുമ്പോൾ നമുക്ക് ആ മാംഗോ പ്യൂരിക്ക് കുറച്ചുകൂടി ഒരു കളറും കിട്ടും. പിന്നെ ആ ഒരു ഇതിൻ്റെ ഒരു സ്മെല്ലും ഒന്ന് മാറിക്കിട്ടും. പിന്നെ നമുക്ക് ഈ മാംഗോ പ്യൂരിയിലേക്ക് ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്, കണ്ട. അപ്പം നല്ലൊരു കളർ ചേഞ്ചും വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഡാർക്കായി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു വാനില എസൻസിൻ്റെ ഒരു കളറും ഉണ്ട്. ഒരുപാട് കളറില്ലാത്ത മാങ്ങയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഡ്രോപ്പ് യെല്ലോ കളർ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഇനി വിപ്പിംഗ് ക്രീം ഇല്ലാത്തവർ ഞാൻ മുമ്പേ വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബീറ്ററിൻ്റെ ബ്ലേഡും ഈ പാത്രമൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതാണ് കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി. ഇതിപ്പം എന്നാലും അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ക്രീം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് ക്രീമാണ് കേട്ടോ ഒഴിക്കുന്നത്. എൻ്റെ കപ്പ് എന്ന് പറയുന്നത് 200 ml കപ്പാണ്. ഈ വിപ്പിംഗ് ക്രീം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ആ തണുപ്പിൽ വെച്ചത് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. ഒരുപാട് കട്ടകളൊന്നും ഇല്ലാത്തത് വേണം എടുക്കാനായിട്ട്. തലേ ദിവസമേ എടുത്ത് ഒന്ന് ഫ്രിഡ്ജിൻ്റെ ലേക്ക് വെച്ച് ആ ഫ്രിഡ്ജിൻ്റെ തണുപ്പിലുള്ളത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് വിപ്പായി കിട്ടും. ഇതിപ്പോൾ ബീറ്റർ ഉപയോഗിക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ പല കേക്കിലും തന്നെ പറഞ്ഞിട്ടുണ്ട്, ബീറ്റർ ഇല്ലാത്തവർ വിസ്ക് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാംഗോ കേക്കില്ലേ, അപ്പോൾ ഈ ഒരു വെള്ള കളറിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ഭംഗി ചെറിയൊരു യെല്ലോ കളറായിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2-3 ഡ്രോപ്പ് യെല്ലോ കളർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഷെഫ് മാസ്റ്ററിൻ്റെ യെല്ലോ കളറാണ് കേട്ടോ, ലെമൺ യെല്ലോ കളറാണ് എടുക്കുന്നത്.
ആ യെല്ലോ കളർ ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. കളർ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല, വെള്ള കളർ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കേക്ക് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ കുറച്ചും കൂടെ ഭംഗി യെല്ലോ കളറായിരിക്കും. ഇതിപ്പം ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിന്റെ തണുപ്പിൽ വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ നമ്മൾ കേക്കിന്റെ മുകളിൽ ഒഴിക്കാനുള്ള ആ മാംഗോ പ്യൂരി നല്ല തണുത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പും തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മാംഗോ പ്യൂരി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യുമ്പോഴത്തേക്ക് മാംഗോയുടെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ടർ പേപ്പർ ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്യുക, എന്നിട്ട് അന്ന് തട്ടിക്കളഞ്ഞേക്കാം മൈദ. അപ്പോൾ നമുക്ക് ആ ഒരു ബട്ടർ പേപ്പറിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. ഇതപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് കേക്കാണ്. നന്നായിട്ട് ഹൈറ്റൊക്കെ വെച്ച് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള നല്ല കേക്ക് കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു റോളിംഗ് സ്റ്റാൻഡിലേക്ക് വെക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്ലേറ്റ് കമത്തി വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിരുന്നാലും മതി. ഞാനിപ്പോൾ ഇത് എല്ലാ കേക്കും കട്ട് ചെയ്യുന്ന പോലെ തന്നെ കത്തി കൊണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ട്വൈൻ കൊണ്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാനും പറ്റും. അവിടെ എവിടെയും പൊങ്ങിയും താണൊന്നും പോവുകയില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ചെയ്യാം കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ആ ട്വൈൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടും. നമുക്ക് ആ മാർക്ക് ചെയ്ത പോർഷനിലോട്ട് ട്വൈൻ വെച്ച് ഒന്ന് ക്രോസ് ചെയ്ത് പിടിച്ച് ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ല സോഫ്റ്റ് കേക്കാണ്. നമുക്ക് അടുത്ത ലെയറും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാണ്. ട്വൈൻ വെച്ച് കട്ട് ചെയ്തു. അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ലാസ്റ്റ് ലെയറും പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പിൽ മാംഗോ പ്യൂരി മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് നമുക്ക് കേക്കിലേക്ക് ഒഴിച്ച് സ്റ്റോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇതുപോലെ പ്ലേറ്റിലാക്കി വെച്ചിട്ടൊന്ന് ഒഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ആദ്യം ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെയും കുറച്ച് ബാക്കി വെച്ച് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുമ്പോഴും കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സിറപ്പ് മുഴുവനും ഈ കേക്കിൽ ഒഴിക്കാനുള്ളതാണ്. നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. കുറച്ച് ക്രീം ഒന്ന് നടുവിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ, കേക്ക് ഒന്ന് ഇളകി പോയിരിക്കാനാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പില്ലേ അത് ഒഴിച്ചെടുക്കാം. നമുക്ക് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. ക്രീമിൽ ഒരുപാട് കളറൊന്നുമില്ല കേട്ടോ, ലൈറ്റ് യെല്ലോ കളറേ ഉള്ളൂ. നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അടുത്ത ലെയർ കേക്ക് വെക്കാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ക്രീം വെച്ചു, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ലെയർ വെക്കാണ്. അതിന് മുകളിൽ നമുക്ക് ബാക്കിയുള്ള സിറപ്പ് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ടോപ്പിൽ ക്രീം വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. കേക്കിൻ്റെ ലെയറൊക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ, വളരെ സൂക്ഷിച്ചെടുക്കണം. നല്ല സോഫ്റ്റ് കേക്കാണ്, പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിക്കണം. ഇനി കുറച്ചൊന്ന് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ ഒന്ന് അറിയുന്നത്. സൈഡിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഇതുപോലത്തെ ഒരു സ്ക്രേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ പെട്ടെന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ കത്തിയുടെ വീതിയുള്ള കത്തി ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രീസറിലേക്ക് വെക്കാം കേട്ടോ. ആ മാംഗോ പ്യൂരി ഒഴിക്കുമ്പോൾ ചൂടോടുകൂടി അല്ല ഒഴിക്കുന്നത്, എങ്കിലും അതൊരു ലിക്വിഡ് അല്ലേ ഒഴിക്കുന്നത്, നമ്മൾ ഗനാഷും അല്ല. അപ്പം നമ്മൾ അത് കുറച്ചൊന്ന് തിക്കായിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാനൊരു 1-2 മണിക്കൂർ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇതുപോലെ നമ്മൾ ഗനാഷ് ഒഴിക്കുന്ന പോലെ തന്നെ ഞാനങ്ങ് ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ഒരു ചരുവം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കേക്ക് ബോർഡോടുകൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ച ജലാറ്റിനും ഒഴിച്ച മാംഗോ പ്യൂരിയില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശരിക്കും ഇത് മുകളിൽ മാത്രം കുറച്ച് ഒഴിച്ചിട്ട് സൈഡിൽ ചെറുതായിട്ട് ഡ്രിപ്പ് ആവുന്ന കേട്ടോ നല്ലത്. ഞാൻ ഒഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതാണ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് സൈഡിൽ ഇങ്ങനെ ഈ ഒരു ഡ്രിപ്പായിട്ട് വരുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒഴിച്ചാലും മതി. ഇപ്പോൾ സൈഡിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഗനാഷിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഇതിൽ കിട്ടില്ല. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നാളെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. കേക്ക് എപ്പോഴും പിറ്റേ ദിവസം കഴിക്കാനാണ് ടേസ്റ്റ്. ഇപ്പം പിറ്റേ ദിവസമായി കേക്ക് കട്ട് ചെയ്യാൻ പോവാണേ. അതിന് മുമ്പ് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാം. മാങ്ങ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കണേ. കുറച്ച് മതി. ഇനിയൊരു മിന്റ് ലീഫും കൂടെ വെച്ചു കൊടുക്കാം. അടിപൊളിയായി. ഇതിപ്പോ തലേദിവസം ചെയ്യണ്ട കേട്ടോ. അപ്പൊ ആ മാങ്ങയുടെ ഫ്രഷ്നെസ്സും ആ ഒരു ടേസ്റ്റും ഒക്കെ ഒന്ന് മാറിപ്പോവും. ഫ്രഷ് ആയിട്ട് ചെയ്താൽ മതി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തു.
വരട്ടെ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കഴിക്കട്ടെ. എന്താ പറയാ, ഒന്നും പറയാനില്ല. അസാധ്യം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മാങ്ങയല്ല കേക്ക് കഴിക്കുമ്പോഴത്തേക്കും മാങ്ങയുടെ ജ്യൂസ് ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. എന്ത് ടേസ്റ്റാണെന്നറിയാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. മാങ്ങയൊക്കെ ഇപ്പം വളരെ വിലക്കുറവിലുണ്ടല്ലോ. അപ്പോൾ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കേക്കൊന്നും നല്ലത് ആ വിപ്പിംഗ് ക്രീം കിട്ടണം, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ കഴിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു കേക്കാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.